ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷിൽ 3 ബേസിക് ടെൻസുകളാണുള്ളത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ് എന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞു പോയതാണ്. ഐ ചേഞ്ച്ഡ് മൈ പ്രൊഫൈൽ പിക്ചർ. ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റി. 3 ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്, 3 എലമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആള്, വേർബിന്റെ പാസ്റ്റ് ഫോം V2, അതുപോലെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമായി വരാറില്ല. സബ്ജക്റ്റും വേർബിന്റെ V2 അല്ലെങ്കിൽ സെക്കൻഡ് ഫോമും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റിലെ ഒരു വാചകമായി. പിന്നെ എപ്പോഴാണ് ഈ ഒബ്ജക്റ്റ് നമ്മൾ ചേർക്കുന്നത്? ഇംഗ്ലീഷിൽ പല രീതിയിലുള്ള വേർബുകളുണ്ട്. അതിലൊന്നാണ് ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർബിന് അതിൻ്റെ സെൻസ് പൂർണ്ണമായി കിട്ടാൻ, അതിൻ്റെ മീനിങ് പൂർണ്ണമാകണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ അത്തരം വേർബിനെയാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ബോട്ട് എ ചുരിദാർ. അവിടെ ഒരു ചുരിദാർ വാങ്ങി. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് പറയാണ് ഐ ബോട്ട് എന്ന് പറഞ്ഞാൽ, ഐ ബോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും വാട്ട് ഡിഡ് യു ബൈ എന്ന് ചോദിക്കും. എന്താ നിങ്ങൾ വാങ്ങിയത്? ഞാൻ വാങ്ങി എന്ന് പറഞ്ഞൊരു വാചകം അവസാനിക്കില്ല. എന്താ നീ വാങ്ങിയതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പൊ നിങ്ങൾ പറയുന്നു ഐ ബോട്ട് എ ലാപ്ടോപ്പ്. ഇപ്പോൾ കാര്യം മനസ്സിലായി. ഐ ബോട്ട് എ ലാപ്ടോപ്പ്, ലാപ്ടോപ്പാണ് വാങ്ങിയത്. അതായത് ബോട്ട് എന്ന വേർബ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ സെൻസ് പൂർണ്ണമാകണമെങ്കിൽ എന്തുകൂടെ വേണം? ഒരു ഒബ്ജക്റ്റ് കൂടെ വേണം. അത്തരം വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഇഫ് എ വേർബ് നീഡ്സ് ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് സെൻസ്, ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിറ്റീവ് വേർബ്. ഇനി എല്ലാ വേർബും അങ്ങനെയല്ല. ചില വേർബുകളുണ്ട്. ഉദാഹരണം, ആഷിമിന്റെ ഫ്രണ്ട്സ് ആഷിമിനെ തെരഞ്ഞു വന്നു. നാളെ ക്രിക്കറ്റ് മാച്ചാണ് ആൻഡ് ഹീസ് ദ ക്യാപ്റ്റൻ. അവരെ തേടി വരികയാണ് രാത്രി. അപ്പോൾ ആഷിമിന്റെ ഉമ്മ പറയുന്നു ആഷിം സ്ലെപ്റ്റ്. ആഷിം ഉറങ്ങിപ്പോയി, ആഷിം ഉറങ്ങി. ആഷിം ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, എന്ത്, എങ്ങനെയുള്ള ചോദ്യമൊന്നുമില്ല. ആ വേർബ് എന്താണ്? പൂർണ്ണമാണ്. അപ്പോൾ അതിന് അവിടെ എന്ത് വേണ്ട? ഒബ്ജക്റ്റ് വേണ്ട. ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്ത ഇത്തരം വേർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ആവശ്യമില്ല. ഹരി യോണ്ട്, ഹരി കോട്ടുവായിട്ടു, അത് പൂർണ്ണം. അവിടെ എന്ത് വേണ്ട? ഒബ്ജക്റ്റ് ആവശ്യമില്ല. അപ്പൊ ഇത്തരം വാചകങ്ങൾ നമ്മൾ എന്ത് പറയുന്നു? ഇത്തരം വേർബുകൾ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നു. ഇനി ഞാൻ പറഞ്ഞു ഐ ചേഞ്ച്ഡ് മൈ പ്രൊഫൈൽ പിക്ചർ. ഇവിടെ നമ്മൾ അതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. ചേഞ്ച്ഡ്, ഒബ്ജക്റ്റ് വേണം. ഐ ചേഞ്ച്ഡ് മൈ പ്രൊഫൈൽ പിക്ചർ. 3 ഘടകങ്ങളാണ്, 3 എലമെന്റ്സ് ആണുള്ളത്. സബ്ജക്റ്റ്, വേർബിന്റെ സെക്കൻഡ് ഫോം, ഒബ്ജക്റ്റ് എന്നിങ്ങനെ 3 ഘടകങ്ങളാണുള്ളത്. അപ്പോ ഐ ഗോട്ട് യുവർ മെസ്സേജ് യെസ്റ്റർഡേ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടെൻസിന്റെ കൂടെ കുറെ ടൈം വേർഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ കാലത്ത് സൂചിപ്പിക്കുന്ന കുറെ ടൈം വേർഡുകൾ. യെസ്റ്റർഡേ, ഇന്നലെ; ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച; ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം തുടങ്ങിയ ടൈം വേർഡുകളൊക്കെ. സം ഡേയ്സ് ബാക്ക്, കുറച്ച് ദിവസം മുമ്പ്. ഐ റിസീവ്ഡ് യുവർ ലെറ്റർ സം ഡേയ്സ് ബാക്ക്. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് എന്റെ കത്ത് കിട്ടിയിരുന്നു. കിട്ടിയെന്ന് മാത്രമല്ല, കിട്ടിയിരുന്നു എന്ന് പറയാനും, കണ്ടു എന്ന് മാത്രമല്ല, കണ്ടിരുന്നു എന്ന് പറയാനും ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഐ ഗോട്ട് യുവർ മെസ്സേജ്, എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടിയിരുന്നു. മെസ്സേജ് എന്ന് പറയാൻ പാടില്ല, അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മെസ്സേജ് എന്നാണ്. ഐ ഗോട്ട് യുവർ മെസ്സേജ്, എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടിയെന്നും കിട്ടിയിരുന്നു എന്ന് പറയാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ ഗോട്ട് യുവർ മെസ്സേജ്. ഇനി കുറച്ച് സെന്റൻസ് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ വൈറ്റ് ബോർഡ്. ഷീ ഇൻവൈറ്റഡ് അസ്. അവൾ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. ഇവിടെ ഇൻവൈറ്റ് എന്നത് ട്രാൻസിറ്റീവ് വെർബ് ആയതുകൊണ്ടാണ് അസ് എന്ന ഒബ്ജക്റ്റ് കൂടി വന്നത്. വി സെലിബ്രേറ്റഡ് ഇൻഡിപെൻഡൻസ് ഡേ. ഞങ്ങൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഹി ഇൻസൾട്ടഡ് മീ. അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തു, അപമാനിച്ചു. ഇങ്ങനെ സബ്ജക്റ്റ്, വേർബിന്റെ സെക്കൻഡ് ഫോം. വേർബ് ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇൻട്രാൻസിറ്റീവ് ആണെങ്കിൽ
ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഉദാഹരണം യോൺ കോട്ടുവായിടുക, ഹി യോൺ അവൻ കോട്ടുവായിട്ടു, അത് ഇൻട്രാൻസിറ്റീവ് ആണ്, അതിന് ഒബ്ജക്റ്റ് വേണ്ട. ഹി സ്മോക്ഡ് അവൻ പുകവലിച്ചു, അവിടെ ഒബ്ജക്റ്റ് വേണ്ട, അല്ലാതെ തന്നെ ആ ടെൻസ് പൂർണ്ണമാണ്. ഇത്തരം വേർബിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടൈം വേർഡുകളാണ് ലാസ്റ്റ് വീക്ക്. ഷീ കെയിം ബാക്ക് ഫ്രം ബാംഗ്ലൂർ ലാസ്റ്റ് വീക്ക്, അവൾ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നു. ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം. ഹി പാസ്ഡ് MBA ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം അവൻ MBA പാസ്സായി. ഹൗ ടു ഫോം നെഗറ്റീവ് സെന്റൻസസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ നെഗറ്റീവ് വാചകങ്ങൾ ഉണ്ടാക്കാം? അതായത് കണ്ടിരുന്നില്ല, പോയിരുന്നില്ല, ചെയ്തിരുന്നില്ല, വന്നിരുന്നില്ല എന്നൊക്കെ, വന്നില്ല, വന്നിരുന്നില്ല, ഇതൊക്കെ പറയാൻ ഇതാണ് ഈ ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ആദ്യം നമുക്ക് വേണ്ടത് സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ. ശേഷം നമ്മൾ വെക്കേണ്ടത് ഡിഡ് നോട്ട്. ഡിഡ് നോട്ട് എന്നതിൻ്റെ കൺട്രാക്റ്റഡ് ഫോമാണ് ഡിഡിറ്റ്. ശേഷം പിന്നെ ഉപയോഗിക്കേണ്ടത് V2 അല്ല, വേർബിന്റെ പാസ്റ്റ് ടെൻസ് അല്ല, V1 ആണ്. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ V1 ആണ് ഉപയോഗിക്കുക. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് എന്നതിന്റെ കൺട്രാക്റ്റഡ് ഫോം ആക്കി ഷോർട്ടാക്കി നമുക്ക് ഡിഡിന്റ് എന്ന് ഉപയോഗിക്കാം. ശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. ഞാൻ പോയിരുന്നില്ല, എങ്ങനെ പറയാം? ഐ ഡിഡിന്റ് ഗോ. അവൻ വന്നിരുന്നില്ല, ഹി ഡിഡിന്റ് കം. അവൾ എന്നെ ക്ഷണിച്ചിരുന്നില്ല, ഷീ ഡിഡിന്റ് ഇൻവൈറ്റ് മീ. പിന്നെ ഞാൻ പറഞ്ഞു വേർബിന് ശേഷം എപ്പോൾ ഒബ്ജക്റ്റ് വരും? ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ ഒബ്ജക്റ്റ് വേണം, ഇൻട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ ഒബ്ജക്റ്റ് വേണ്ട. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ലുക്ക് അറ്റ് ദ വൈറ്റ് ബോർഡ്. അപ്പൊ ആദ്യം എന്തൊക്കെയാണ് വേണ്ടത് കൂടി നോക്കാം. സബ്ജക്റ്റ്, ശേഷം ഡിഡിന്റ്, വെർബിന്റെ ഫസ്റ്റ് ഫോം. ഐ ഡിഡിന്റ് ഇൻവൈറ്റ് ഹിം, ഞാൻ അവനെ ക്ഷണിച്ചിരുന്നില്ല. വി ഡിഡിന്റ് ഗോ there, ഞങ്ങൾ അവിടെ പോയിരുന്നില്ല. they didn't come last week, കഴിഞ്ഞ ആഴ്ച അവർ വന്നിരുന്നില്ല. ഞാൻ പറഞ്ഞു ടൈം വേർഡുകൾ ശ്രദ്ധിക്കണം. യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ തുടങ്ങിയ ടൈം വേർഡുകൾ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടൈം വേർഡുകളാണ്. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ഫോർമുല നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സബ്ജക്റ്റിന് ശേഷം ഡിഡിന്റ് ഉപയോഗിക്കുക, ശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോം. സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. നേരത്തെ നമ്മൾ ഡിഡിന്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് വാചകങ്ങൾ ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ വാചകങ്ങൾ ഉണ്ടാക്കാനുമാണ് നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഡിഡ് ഉപയോഗിച്ച് തുടങ്ങാം. ആദ്യം ഡിഡ് വെക്കുക, ശേഷം സബ്ജക്റ്റ്, പിന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോം. ഡിഡ് വന്നാൽ പിന്നെ വേർബിന്റെ V1 ഫസ്റ്റ് ഫോം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എൻ്റെ മെസ്സേജ് കിട്ടിയോ എന്നെങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? നിനക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ? കിട്ടിയോ എന്ന് ചോദിക്കാനും കിട്ടിയിരുന്നു എന്ന് ചോദിക്കാനും നമ്മൾ ഉപയോഗിക്കുക ഇത് തന്നെയാണ്, ഈ ടെൻസ് തന്നെയാണ്. കിട്ടിയിരുന്നോ? ഇന്നലെ നിനക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയിരുന്നോ? ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ് യെസ്റ്റർഡേ? കിട്ടിയിരുന്നില്ലേ എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഡിഡിന്റെ കൂടെ ഒരു ഇൻഡ് ചേർത്ത് കൊടുക്കുക. ഡിഡിന്റ്, ഡിഡ് നോട്ട് എന്നതിന്റെ കൺട്രാക്റ്റഡ് ഫോം, ചുരുക്ക രൂപം. ഡിഡിന്റ് യു ഗെറ്റ് മൈ മെസ്സേജ് യെസ്റ്റർഡേ? നിനക്ക് ഇന്നലെ എൻ്റെ മെസ്സേജ് കിട്ടിയിരുന്നില്ലേ? നീ അവളെ ചീത്ത പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ നീ അവളെ ചീത്ത പറഞ്ഞോ എന്നെങ്ങനെ ചോദിക്കാം? ഡിഡ് യു സ്കോൾഡ്? ഡിഡ് യു സ്കോൾഡ് ഹെർ? നീ അവളെ ചീത്ത പറഞ്ഞോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിരുന്നോ? ഡിഡ് യു ഗോ there? നീ അവിടെ പോയിരുന്നോ? ഡിഡ് യു ഗെറ്റ് എ കൂപ്പൺ? നിനക്ക് കൂപ്പൺ കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് എ ടിക്കറ്റ്? നിനക്ക് ടിക്കറ്റ് കിട്ടിയോ? നിനക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നില്ലേ എന്നാക്കണമെങ്കിൽ ഡിഡിന്റ് യു ഗെറ്റ് എ ടിക്കറ്റ്. അപ്പൊ ഇതാണ് സിമ്പിൾ പാസ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള രീതി. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഓക്കെ, ലെറ്റ് us see some more example. Look at the whiteboard. Did you see the film? നീ ആ ഫിലിം കണ്ടോ? ഇനി നീ ആ ഫിലിം കണ്ടോ കണ്ടില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ ഡിഡിന്റ് എന്ന് വെച്ചാൽ മതി. ഡിഡിന്റ് യു സീ ദ ഫിലിം? നീ ആ ഫിലിം കണ്ടില്ലേ അല്ലെങ്കിൽ കണ്ടിരുന്നില്ലേ? ഡിഡ് ഹി കം ബാക്ക് ഫ്രം ദുബായ്? അവൻ ദുബായിൽ നിന്ന് മടങ്ങി വന്നോ? ഡിഡ് ഹി കം ബാക്ക് ഫ്രം ദുബായ്? അവൻ ദുബായിൽ നിന്ന് മടങ്ങി വന്നോ? ഇതിന്റെ ഉത്തരം എങ്ങനെയാ നമ്മൾ പറയാം? ഇത് ഓക്സിലറി വെർബ് കൊണ്ടുള്ള ചോദ്യമാണ്. ഓക്സിലറി വെർബ് കൊണ്ടുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല?
പൂർണ്ണവാചകത്തിൽ ഉത്തരം പറയേണ്ടതില്ല, ഷോർട്ടായി പറഞ്ഞാൽ മതി. അപ്പോൾ ഡിഡ് ഹി കം ബാക്ക് ഫ്രം ദുബായ് എന്ന് ചോദിച്ചാൽ യെസ് ഹി ഡിഡ്, യെസ് ഹി ഡിഡ്, അതേ അവൻ മടങ്ങി വന്നു എന്നാണ് അർത്ഥം. ഇല്ല എന്നാണെങ്കിലോ നോ ഹി ഡിഡ് ഇറ്റ്, ഇല്ല അവൻ മടങ്ങി വന്നില്ല. ഓക്കെ, അപ്പൊ ഡിഡ് ഹി കം ബാക്ക് ഫ്രം ദുബായ്, അവൻ ദുബായിൽ നിന്ന് മടങ്ങി വന്നു. അവൻ ദുബായിൽ നിന്ന് മടങ്ങി വന്നിരുന്നില്ലേ എന്ന് അങ്ങനെ ചോദിക്കാം. ഡിഡ് ഹി കം ബാക്ക് ഫ്രം ദുബായ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വാചകങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും സിമ്പിൾ പാസ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിലറി വേർബ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ്, അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ്. ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡ്സ്? കുറച്ചൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഓൾറെഡി. വാട്ട്, എന്ത്, വേർ, എവിടെ, വെൻ, എപ്പോൾ, ഹൗ ലോങ്, എത്ര കാലം, ഹൗ മെനി, എത്ര, എണ്ണത്തെ കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഹൗ മെനി ചപ്പാത്തീസ് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റിന് എത്ര ചപ്പാത്തി കഴിച്ചു? എണ്ണം കിട്ടും, 2, 3 എന്നൊക്കെ ആയിരിക്കും ആൻസർ വരിക. എന്നാൽ പണത്തെ കാണിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ മെനി അല്ല, അവിടെ ഹൗ മച്ച് എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക. പണം അളവിനൊക്കെ കാണിക്കാൻ. ഇപ്പൊ ഷുഗർ, അതുപോലെ റൈസ് ഒക്കെ, അരിയൊക്കെ നമ്മൾ കിലോയിലാണ് പറയുക. അപ്പൊ അത് കിട്ടാനൊക്കെ നമ്മൾ ഹൗ മച്ച് ആണ് ഉപയോഗിക്കുക. പൈസയെ കാണിക്കാൻ വേണ്ടി ഹൗ മച്ച് ആണ് ഉപയോഗിക്കുക. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് ലാപ്ടോപ്പ്? ഈ ലാപ്ടോപ്പിൽ നീ എത്ര പേ ചെയ്തു? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡ്. ഹൗ ലോങ്, എത്ര കാലം, ഹൗ ഫാർ, എത്ര ദൂരം. ഇനി നമുക്ക് കുറച്ച് വാചകങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. ആദ്യം വേണ്ടത് സ്യൂട്ടബിൾ ആയ ക്വസ്റ്റ്യൻ വേർഡാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഏതെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. വോട്ടാണ്, വോട്ട്, എന്താണ് വരുന്നതെങ്കിൽ വോട്ട്. ശേഷം വേണ്ടത് ഡിഡ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെയാണ് ഈ ഫോർമുല കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വേർബ്. ഇനി നീ എന്നാ ദുബായിൽ നിന്ന് മടങ്ങി വന്നത് എന്നെങ്ങനെ ചോദിക്കാം? അവിടെ വേണ്ടത് എന്ന്, എപ്പോൾ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. വെൻ, ഡിഡ് യു, വെന് ശേഷം ഡിഡ് വെച്ചു, യു സബ്ജക്റ്റ്. വെൻ ഡിഡ് യു കം ബാക്ക് ഫ്രം ദുബായ്? നീ എന്ന് ദുബായിൽ നിന്ന് മടങ്ങി വന്നു. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായ ഉത്തരങ്ങൾ കൊടുക്കണം. ഐ കെയിം ബാക്ക് ഫ്രം ദുബായ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസമാണ് ഞാൻ ദുബായിൽ നിന്ന് മടങ്ങി വന്നത്. ഓക്കെ, ഇനി ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് ലാപ്ടോപ്പ്? നീ ഈ ലാപ്ടോപ്പിന് എന്ത് വില കൊടുത്തു, എത്ര വില കൊടുത്തു? അപ്പൊ എത്ര എന്ന് കാണിക്കാൻ ഹൗ മച്ച് ഉപയോഗിച്ചു. ഓക്കെ, ഇനി എവിടെ നിന്നാണ് നീ ഈ ലാപ്ടോപ്പ് വാങ്ങിയതെന്നാണെങ്കിലോ വേർ ഡിഡ് യു ബൈ ദിസ് ലാപ്ടോപ്പ് ഫ്രം? എവിടെ നിന്നാണ് ഈ ലാപ്ടോപ്പ് വാങ്ങിയത്? ഓക്കെ, let us see some more examples. Look at the whiteboard. How did you manage them? നീ അവരെ എങ്ങനെ മാനേജ് ചെയ്തത്? How long did you work there? നീ എത്ര കാലം അവിടെ വർക്ക് ചെയ്തു? നീ എത്ര കാലം അവിടെ ജോലി ചെയ്തു? What did you say about my brother? നീ എന്താ എന്റെ ബ്രദറിനെ കുറിച്ച് പറഞ്ഞത്? What did you say about my family? എന്റെ ഫാമിലിയെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഡിഡ് ശേഷം സബ്ജക്റ്റ് പിന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോം. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ.